ആ ഒരു സ്നേഹം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഈശോയുടെ അടുത്തിരിക്കുന്ന ഒരു സ്നേഹം അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എപ്പോഴാണ് അനുഭവിക്കുന്നത് സാധാരണ? ഈശോയുടെ ഒരു സാമീപ്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈശോയെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ ധ്യാനം കൂടുന്നവരോടൊക്കെ? എനിക്കൊന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ചോദിക്കേണ്ടത് അതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈശോ വീട് തന്നോ എന്ന് ചോദിക്കുമ്പോൾ ആമേൻ പറയുന്നവരെ ഞാൻ കാണുന്നു. ഈശോ രോഗം മാറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ ആമേൻ പറയുന്നവരെ കാണുന്നു. ഈശോയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആമേൻ്റെ ആ മാത്രമുള്ളവരെ ഞാൻ കാണുന്നു. പ്രഘോഷണത്തിൻ്റെ കുഴപ്പങ്ങളായിരിക്കാം, തിരുത്തലുകൾ ആവശ്യമുള്ളതായിരിക്കാം പറയുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ. പക്ഷെ നമുക്കിനി നമ്മുടെ ഈ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്വരങ്ങൾ ഈ വചനം കേൾക്കുന്ന നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ് ഈശോയെ ഒന്ന് കാണണം, ഈശോയെ ഒന്ന് കേൾക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മളത് വിശുദ്ധ കുർബാനയിൽ കാണുന്നുണ്ട്, ഈശോയെ തൊടുന്നുണ്ട്, ഈശോയെ സ്വീകരിക്കുന്നുണ്ട്, വചനത്തിൽ നമ്മൾ ഈശോയെ കേൾക്കുന്നുണ്ട്. എല്ലാം വളരെ ശക്തിയാണ്. അത് പോരാ. നമ്മൾ ഓരോ ദിവസവും ആത്മീയതയിൽ ഇങ്ങനെ വളരുമ്പോൾ, ഓരോ ധ്യാനങ്ങൾ കൂടുമ്പോൾ, ഓരോ വചനവും കേൾക്കുമ്പോൾ എന്ത് വളർച്ചയാണ് ഉണ്ടാകുന്നത്, ആത്മീയ വളർച്ച. അത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഈശോയുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നു, നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നു, ചിലത് കേൾക്കാതെ പോകുന്നു. ഈശോയുടെ ആ സമയത്ത് മാത്രമുള്ളൊരു ബന്ധം അല്ല, ഒരിക്കലും വിട്ടുമാറാത്ത അങ്ങനെ അടുത്ത് നിൽക്കുന്ന ഒരു സ്നേഹബന്ധത്തിലേക്ക് നമ്മൾ വളരണം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്കത് ആഗ്രഹമുണ്ടോ? ഈ തപസ്സിന് നിങ്ങൾ ഈ നിയോഗങ്ങളൊക്കെ എഴുതി വെക്കുമ്പോഴേ ഇതൊന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ 5 നിയോഗങ്ങളുടെ മുകളിൽ ഇത് എഴുതി വെക്കാൻ ഞാൻ പറഞ്ഞു. എന്ത്? നിത്യജീവനെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചുള്ള നിയോഗം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. നിത്യജീവൻ ലഭിക്കണം, വിശുദ്ധിയോടെ ജീവിക്കണം. അങ്ങനെ വിശുദ്ധിയോടെ ജീവിച്ചാൽ നമുക്ക് ഈശോയെ കാണാം. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാനോ പ്രസാദിപ്പിക്കാനോ സാധിക്കില്ല. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊരു പ്രയോറിറ്റി ആയിട്ട് വെക്കുക. ഈശോയെ കാണണം, ഈശോയുടെ പ്രസൻസ് ഈ വചനം കേൾക്കുന്ന ഈ ദിവസങ്ങളിൽ, ഈ ആരാധിക്കുന്ന മണിക്കൂറുകളിൽ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയം എനിക്ക് സത്യമായിട്ടും ഈശോയെ കാണണം എന്ന് നിങ്ങൾ ചങ്കുപൊട്ടി ആഗ്രഹിക്കണം. ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. സങ്കീർത്തനം 40 എടുക്കാവോ? 40-ാമത്തെ സങ്കീർത്തനം നമ്മൾ ഈ ധ്യാനത്തിനെടുക്കുന്ന ആദ്യത്തെ വചനമാണ്. സങ്കീർത്തനം 40. കർത്താവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 40-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാമത്തെ വാക്യം കാണാതെ അറിയാമെന്ന് തോന്നുന്നു. വായിക്കാം. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട്. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങളങ്ങനെ ദരിദ്രരൊന്നും അല്ലെന്ന്, അല്ലേ? പാവപ്പെട്ടവരൊന്നും അല്ല, ഞങ്ങളൊക്കെ അൾട്രാ പ്രോ ആൾക്കാരാണ്. ഈ ദരിദ്രൻ പാവപ്പെട്ടവെന്നൊക്കെ പറഞ്ഞാൽ പൈസ ഇല്ലാത്തവനൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളുടെ അവസ്ഥ എന്താണോ അത് ഈശോയ്ക്ക് അറിയാം, ഇല്ലേ? നമ്മളിപ്പോൾ ഈ ഒരു ധ്യാനം കൂടുന്നു, ഒത്തിരി സാക്രിഫൈസ് എടുത്ത് ഈ ഒരു തപസ്സെടുത്ത് നമ്മൾ ഈ ധ്യാനം കൂടാണ്. നമ്മൾ ഈ ധ്യാനം തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിലും, ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ പിന്നിലും ഒരു കാരണം കിടപ്പുണ്ട്. നമ്മുടെ ജീവിതാവസ്ഥ ശരിയാണോ? ചിലപ്പം ആത്മീയ ആവശ്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ഭൗതിക ആവശ്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പം പഴയ പോലെ ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് പഴയ പോലെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് പഴയ പോലെ വചനം വായിക്കാൻ പറ്റുന്നില്ല, അത്ര വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ചില പാപങ്ങളുടെ കുടുക്കിൽ പെട്ടുകിടക്കുകയാണ്, ആത്മീയമായിട്ടൊരു ഇരുട്ടിലേക്ക് കിടക്കുകയാണ്. ചിലപ്പോൾ ഭൗതികമായ പ്രശ്നങ്ങളായിരിക്കാം, വീട്ടിലൊരു കടബാധ്യത ആയിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ആകുലതയായിരിക്കാം, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, ഭവനത്തിൻ്റെ അവസ്ഥ, ജോലി, പഠനം, നിങ്ങളുടെ കരിയർ, എന്ത് തന്നെ ആവട്ടെ, ആത്മീയ ആവശ്യങ്ങളാവട്ടെ, ഭൗതിക ആവശ്യങ്ങളാവട്ടെ, നിങ്ങളുടെ അവസ്ഥയെ ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ സങ്കീർത്തകനോട് ചേർന്ന് പറയാണ്, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്. അതാർക്കറിയാം നന്നായിട്ട്? ഈശോയ്ക്കറിയാം. എൻ്റെ പൈസ ഇല്ലായ്മയുടെയോ എൻ്റെ കുറവുകളുടെ അല്ല, എൻ്റെ ബ്രോക്കൺനെസ് ഈശോയ്ക്കറിയാം, എൻ്റെ കണ്ണുനീരുകൾ ഈശോയ്ക്കറിയാം, എൻ്റെ വേദനകൾ ഈശോയ്ക്കറിയാം, എൻ്റെ വീട്ടിലെ അവസ്ഥ ഈശോയ്ക്കറിയാം, ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ക്രൈസിസുകളെല്ലാം ഈശോയ്ക്കറിയാം. തൊട്ടടുത്ത വാക്കിങ്ങനെയാണ്, എൻ്റെ കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, ഞാൻ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്, എൻ്റെ മകൻ അനുസരിക്കുന്നില്ല, എൻ്റെ മകൾ അനുസരിക്കുന്നില്ല, എൻ്റെ ജീവിത പങ്കാളി എന്നെ ബുദ്ധിമുട്ടിക്കുന്നു, എനിക്ക് ജോലി നഷ്ടപ്പെട്ടു പോകുന്ന ഭയത്തിലാണ്, എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. വിശ്വാസം പറഞ്ഞേ ഹല്ലേലൂയാ. വളരെ നെഞ്ചോട് ചേർത്ത് പിടി, പറ, കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. ആമേൻ. അടുത്തിരിക്കുന്നവരുടെ കയ്യെപ്പിടി. തൊട്ടടുത്ത ഒരാളെ എപ്പോഴും പിടിച്ചോട്ടോ. ഈ തപസ്സിൻ്റെ സമയത്ത് പലതവണ ആരെങ്കിലും പിടിക്കണില്ല, എന്നെ പിടിക്കേണ്ടി വരും. പറഞ്ഞേ, കർത്താവിന് നിന്നെപ്പറ്റി കരുതലുണ്ട്. ഹീസ് കൺസേൺഡ്. ഇംഗ്ലീഷ് ബൈബിളിലെ ഒരു വേർഷനിൽ ഇങ്ങനെ വെച്ചിരിക്കാൻ, NIV വേർഷനിലാണെന്ന് എൻ്റെ ഓർമ്മ. ഹീസ് കൺസേൺഡ്. നിൻ്റെ കാര്യത്തിൽ വെറുതെ ശ്രദ്ധാലുവെന്നല്ല, ഹീ സീരിയസ് അബൌട്ട് യു.
നമ്മൾ ചിലപ്പോൾ ആൾക്കാരോട് പറയില്ലേ, നൺ ഓഫ് യുവർ ബിസിനസ്, നിൻ്റെ കൺസേൺ അല്ലെന്ന് പറയില്ലേ. നീ ഇത് നോക്കേണ്ട കാര്യം ഇല്ല. ആ ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹീസ് കൺസേൺഡ് അബൌട്ട് യു എന്ന് വെച്ചാൽ നീ ഈ കാര്യത്തെക്കുറിച്ച് സീരിയസ് അല്ലേലും, നീ ചിലപ്പോൾ ഇത് നിരാശയിൽ, കർത്താവ് ഇത് കേൾക്കാൻ സാധ്യതയില്ല, ഇതിനൊരു ഉത്തരം കിട്ടാൻ സാധ്യതയില്ല, ഹീസ് കൺസേൺഡ്. ഈശോ സീരിയസ് ആണ്. കേട്ടുന്നുണ്ടോ? അവൻ എന്നെ പറ്റി ശ്രദ്ധാലുവാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറ ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന ദിവസം, ആരാധിക്കുന്ന ദിവസം, നിങ്ങൾ എഴുതി വെച്ച ബാക്കി നിയോഗങ്ങളെല്ലാം ആരുടെ കയ്യിലോട്ട് എടുത്തു കൊടുത്തേക്കണേ? ഈശോയുടെ കയ്യിലോട്ട്. നിങ്ങൾക്കൊരൊറ്റ ആഗ്രഹം ഉണ്ടാവണം, പ്രയോറിറ്റി, എനിക്ക് ഈശോയെ കാണണം, ഈശോയെ കേൾക്കണം, അവിടുത്തെ ഒരു പ്രസൻസ് ഇവിടുന്ന് കിട്ടിയിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അത് നിർബന്ധം പിടിക്കുക. കർത്താവ് പറഞ്ഞ വാക്ക് ഓർക്കണം, ആദ്യം അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിക്കുക, ബാക്കി വല്ലവും തരാം എന്നാണോ? ചിലതൊക്കെ തരാം എന്നാണോ? അതോടൊപ്പം ബാക്കിയെല്ലാം ഇറ്റ്സ് എ പ്രോമിസ്, ബാക്കിയെല്ലാം തരും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കതൊരു പ്രയോറിറ്റി ആയിട്ട് വെക്കാം. നിങ്ങളുടെ കടം, നിങ്ങളുടെ രോഗം, നിങ്ങളുടെ സങ്കടങ്ങൾ, ഈ ദിവസങ്ങളൊക്കെ ആരാധനയ്ക്ക് ഞങ്ങൾ അച്ഛന്മാരും ഇവിടെയുള്ള സഹോദരങ്ങളെല്ലാം നിങ്ങളുടെ നിയോഗങ്ങൾ എടുത്തു വെച്ച് മണിക്കൂറുകൾ ആരാധനയ്ക്ക് എന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ ഈ തപസ് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാലും നിങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടെ ദിവസങ്ങളിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾ മറന്നുപോയാലും ഞങ്ങൾ മറന്നുപോയാലും ഹീസ് കൺസേൺഡ് അബൌട്ട് യു. അവൻ നിന്നെപ്പറ്റി കരുതലുള്ള ദൈവമാണ്. ശക്തിയോടെ പറ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആ ഒരു ബോധ്യത്തിൽ ഫുള്ളായിട്ട് സറണ്ടർ ചെയ്തേക്കാം ഈശോയ്ക്ക്. നമ്മൾ എന്തായാലും 3 ദിവസം വന്നു, 3 ദിവസത്തേക്ക് റെഡി ആയിട്ട് വന്നേക്കാം. നമുക്കറിയാം തപസ്, നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്, സഹനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇടയ്ക്ക് ക്ഷീണം വന്നേക്കാം, ബുദ്ധിമുട്ട് വന്നേക്കാം, നമ്മുടെ ശരീരം മനസ്സൊക്കെ ക്ഷീണിക്കുമോ? ക്ഷീണിച്ചാലും മിണ്ടണ്ട കേട്ടോ, ക്ഷീണിച്ചാലും മിണ്ടണ്ട. പെട്ടെന്ന് പ്രാർത്ഥന മേടിക്കുക, ബ്ലെസ്സിങ് മേടിക്കുക, പൂർവാധിക ശക്തിയിലേക്ക് വരിക. കർത്താവ് 40 ദിവസം ഇരുന്നെങ്കിൽ കർത്താവിൻ്റെ മക്കൾക്ക് 3 ദിവസം ഇരിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. ഈശോ പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും ഒക്കെ ഈ പടമല്ല, ഈ പടത്തിലുള്ളവർ മാത്രം. ഇത് രൂപാന്തരീകരണത്തിൻ്റെ ചിത്രമാണ്. നേരെ ഒരു സമയത്ത് ഇവർ 3 പേരും ഈശോയുടെ കൂടെ ഉണ്ടല്ലേ. എവിടെയാണ്? ഗെത്സമൻ തോട്ടത്തിൽ. ഈശോ ചോദിച്ചേ, നിങ്ങൾക്ക് എത്ര മണിക്കൂർ? 1 മണിക്കൂർ. പത്രോസിനും യാക്കോബിനും യോഹന്നാനോടും ഈശോ അത്രയും അവസരം കൊടുത്തുള്ളൂ, 1 മണിക്കൂർ. നമുക്കങ്ങനെയല്ല, 72 മണിക്കൂറാണ്. അവരെ സ്നേഹിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഈശോ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കാം, അവരെക്കാട്ടും കൂടുതൽ ഈശോയെ നമ്മൾ സ്നേഹിക്കേണ്ടത് കൊണ്ടായിരിക്കാം. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. തപസ് പൂർത്തിയാക്കുമ്പോൾ ശരിക്കും അവർ 3 പേര് അനുഭവിച്ചതുപോലെ, ഈ ചിത്രത്തിൽ ആലേഖനം ചെയ്തതുപോലെ നമുക്കും പറയാൻ പറ്റണം. പത്രോസ് അവിടെ നിന്ന് പറഞ്ഞു, ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്, വിശക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനം 73 എടുത്തേ. 73-ാമത്തെ സങ്കീർത്തനം ആസാഫിൻ്റെ സുന്ദരമായൊരു സങ്കീർത്തനമാണ്. 73-ാം സങ്കീർത്തനത്തിൻ്റെ 26-ാമത്തെ വാക്യം. സങ്കീർത്തനം 73, 26-ാമത്തെ വാക്യം. ഒരുമിച്ച് ഒരുമിച്ച് വായിച്ച് കിട്ടിയോ? എല്ലാവർക്കും അടുത്തിരിക്കുന്നവരൊന്ന് പെട്ടെന്ന് സഹായിച്ച്. ചിലർക്ക് ആദ്യമായി ബൈബിൾ കാണുന്നവരുണ്ട്, നല്ല വെള്ള ബൈബിൾ അല്ലേ? നിങ്ങൾ തൊടാത്തത് കൊണ്ട്. 73-ാമത്തെ സങ്കീർത്തനം 26-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം, അവിടുന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. ചിലപ്പോൾ ഈ തപസ്സിൻ്റെ സമയത്ത്, ഉപവസിച്ചൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശരീരം ക്ഷീണിച്ചേക്കാം, മനസ്സും അടുത്തേക്കാം, കർത്താവെ വരണ്ടായിരുന്നു എന്ന് തോന്നിയേക്കാം. ഈ മണിക്കൂർ മുതൽ അത് തോന്നാൻ സാധ്യതയുണ്ട്. ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിന് ശേഷവും മരുന്ന് പോലെ ഇത് തോന്നാം, കാരണം ഭക്ഷണമില്ല. മനസ്സ് ക്ഷീണിച്ചു പോയേക്കാം, ശരീരം ക്ഷീണിച്ചു പോയേക്കാം. ആരാണ് ഓഹരിയായിട്ട് നിൽക്കണേ, ബലമായിട്ട് നിൽക്കണേ? കർത്താവ്. പറയേ ഹല്ലേലൂയ. 28-ാമത്തെ വാക്യം നല്ല ഉറക്കെ വായിക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ആ ഒരു തീരുമാനം എടുത്തിട്ട് അങ്ങ് നിൽക്കുകയാണ്. ശരീരം ക്ഷീണിച്ചു പോയാലും മനസ്സ് ക്ഷീണിച്ചു പോയാലും ആരുടെ കൂടെ ഞാൻ ചേർന്ന് നിൽക്കാൻ പോവാണ്? ഈശോയുടെ കൂടെ. അത് ഈ ധ്യാനത്തിൻ്റെ സമയത്ത്, ഈ വചനത്തിൻ്റെ മണിക്കൂറിൽ മാത്രമല്ല, നാളെ നിങ്ങൾ പുറത്തോട്ടിറങ്ങി നിങ്ങളുടെ ജീവിത സാഹചര്യം എന്ത് തന്നെ ആവട്ടെ, നാളെ കടം വരാം, നാളെ കടം മാറാം, നാളെ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടാം, നാളെ ചിലപ്പോൾ പുത്തൻ രോഗം വരാം. എൻ്റെ ശരീരം മനസ്സ് ക്ഷീണിച്ചു പോയേക്കാം, എൻ്റെ ശരീരവും മനസ്സും പൂർവാധിക ശക്തിയിലേക്ക് വരാം. ഏത് സാഹചര്യത്തിലും ഞാൻ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയോട് അങ്ങ് ചേർന്നിരിക്കാൻ ഒരു തീരുമാനം എടുക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. അത് ഉറപ്പാണ്. നമ്മളത് ചേർന്നിരിക്കാൻ വേണ്ടി അങ്ങ് വിട്ടുകൊടുത്താൽ മതി. ഈശോ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം എടുക്കാമോ?
നല്ല വലിയൊരു അഭിഷേകത്തിൻ്റെ ഒരു വചനമാണ്. 44-ാമത്തെ അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാമത്തെ അധ്യായം. 44-ാമത്തെ അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ്: എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ, കേൾക്കുക. സോ നമുക്ക് ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആദ്യത്തെ റൂൾ ഇതാണ്: കേൾക്കുക. ആരെ? ഈശോയെ കേൾക്കുക. അതായത് അടുത്തിരിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. അടുത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത്. അടുത്തിരുന്നാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? കേൾക്കണം. നമ്മളിപ്പോൾ ഒരു ധ്യാനമൊക്കെ കുടുംബത്തിന് ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ദേവാലയത്തിൽ പോകുന്നു, നമ്മളൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോകുന്നു. യൂഷ്വലി നമ്മൾ ചെന്ന് അവിടെ ഒന്ന് മുട്ടുകുത്തുന്നു, എന്നിട്ട് നമ്മളൊരു കഥ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. ആരോട്? ഈശോയോട്. എൻ്റെ പേര് പറയില്ലായിരിക്കും, അല്ല നമ്മുടെ പേര് പറയില്ലായിരിക്കും, ബാക്കിയെല്ലാം നമ്മുടെ സങ്കടങ്ങളുടെ മുഴുവൻ ലിസ്റ്റും വലിയ ലിഷ്ട നമ്മൾ ഈശോയുടെ മുമ്പിലോട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. വരുമ്പം മുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കേൾക്കുന്നില്ല. റൂൾ നമ്പർ 1, കേൾക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. സോ ഈശോയുടെ അടുത്ത് ചെന്നിരുന്നാൽ ആദ്യത്തെ കാര്യം പറയുക എന്നുള്ളതല്ല, എന്താണ്? കേൾക്കുക. അത് ഈശോ വളരെയധികം ആഗ്രഹിക്കുകയാണ്. ഈ ഇസ്രായേലിനോട്, യാക്കോബിനോട് എന്നൊക്കെ പേരെടുത്ത് വിളിക്കുമ്പോൾ അത് ദൈവജനത്തോട്, വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരോട് ഈശോ പറയാണ്, ഫസ്റ്റ് യു ലിസൺ ടു മീ. ആദ്യം ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കുക. വചനം എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് കാണാപ്പാട് അറിയാൻ തോന്നുന്നു. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും ആദ്യത്തെ കൽപ്പനകളിലൊന്ന്, ആദ്യത്തെ റൂളുകളിലൊന്ന്, ഈശോയുടെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുന്നുണ്ട്, നല്ലവനായി ജീവിക്കാൻ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈശോ ചോദിച്ചു, നിയമത്തിൽ നീ എന്ത് വായിക്കുന്നു? അവൻ പറഞ്ഞു, റൂൾസ് ഒക്കെ പറഞ്ഞു. റൂൾ നമ്പർ 1, ഇസ്രായേലേ കേൾക്കുക. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും മനസ്സോടും കൂടെ സ്നേഹിക്കുക. റൂൾ നമ്പർ 1, സ്നേഹിക്കുക, ആരാധിക്കുക എന്നുള്ളതല്ല. ഇസ്രായേലേ കേൾക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് പിടികിട്ടുന്നുണ്ടോ? ഇപ്പം നമ്മളിവിടെ ആരാധിക്കാൻ വരുന്നു, നമ്മൾ വചനം ധ്യാനിക്കുന്നു, നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ജീവിതങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം പറയുന്നു. ഫസ്റ്റ് തിങ് ലിസൺ ടു ഹിം. ഇസ്രായേലേ കേൾക്കുക. ശക്തിയോടെ പറ ഹല്ലേലൂയ. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നതാണ്, അടുത്തിരിക്കുന്നു, കേട്ടിരിക്കുന്നു. ഇങ്ങനെ ഈശോയുടെ അടുത്തിരുന്ന് കേട്ടിരിക്കുമ്പോഴാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ മേലേക്ക് അനുഗ്രഹം ചൊരിയുക. ആ കൺസേൺ തുറന്നു തന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായി അടഞ്ഞു കിടക്കുന്നതെല്ലാം കർത്താവ് തുറന്നു തരും. എല്ലാം തുറന്നു തരും. ഐ പ്രോമിസ് യു. എല്ലാം കർത്താവ് തുറന്നു തരും, ഉറപ്പാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ 44-ലേക്ക് വരിക. 1-ാമത്തെ വാക്യം ഒരുമിച്ച് വായിച്ചേ: എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ കേൾക്കുക. ഓക്കെ, അത് തീരുമാനിച്ചോ? തപസ് അനുഗ്രഹമാകാൻ വേണ്ടി നമ്മുടെ ഫസ്റ്റ് റൂൾ എന്താണ്? കേൾക്കുക. ആരെ? ഈശോയെ കേൾക്കുക. 2-ാമത്തെ വചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. സോ കേൾക്കേണ്ട ആദ്യത്തെ കാര്യം എന്താണ്? എടാ, നിന്റെ ജീവിതം മുഴുവൻ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിറയേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്. കേൾക്കേണ്ട, ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ വേരുകൊണ്ട് മുറുക്കിയിടേണ്ട വാക്യം ഇതാണ്: ഇസ്രായേലേ കേൾക്കുക. നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് ഉള്ളിലോട്ട് നിറയണം കേട്ടോ. അതായത് നീ കേൾക്കേണ്ടത് ഈ കാര്യമാണ്. എന്ത്? ഞാൻ നിന്റെ കടം മാറ്റി തന്നോളാം, ഞാൻ നിന്റെ രോഗം സുഖപ്പെടുത്തിക്കോളാം, നിനക്ക് ഞാൻ ജോലി തരാം, നിന്റെ കല്യാണം നടത്തി തരാം, നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ മാറ്റി തരാം. ഇതല്ല ആദ്യം കേൾക്കേണ്ടത്. എന്ത്? കേൾക്കേണ്ടത് മറ്റൊന്നാണ്. നിന്നെ സൃഷ്ടിക്കുകയും നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന ഞാൻ ഇവിടെ ഉണ്ടെന്ന്. ഇസ്രായേലേ കേൾക്കുക, ദൈവജനമേ കേൾക്കുക. നിന്നെ സൃഷ്ടിക്കുകയും നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. അതായത് എന്നോട് സംസാരിക്കുന്നത് ഒരച്ഛനല്ല, എന്നോട് സംസാരിക്കുന്നത് ഒരു ധ്യാന പ്രഭാഷകനല്ല, എന്നോട് സംസാരിക്കുന്നത് ഒരു കൗൺസിലർ അല്ല, എന്നോട് സംസാരിക്കുന്നത് എൻ്റെ അപ്പനോ എൻ്റെ അമ്മയോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തോ അല്ല. ഇവരിൽ നിന്നെല്ലാം വ്യത്യാസമായി ഒരു ഹയർ ലെവലിൽ, എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ലെവലിൽ നിന്ന് ഒരാൾക്ക് മാത്രം, ഈശോയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എനിക്ക് രൂപം നൽകുക, എന്നെ സൃഷ്ടിക്കുക, എന്നെ സഹായിക്കാൻ പറ്റുന്ന അത്രയും വലിയ ഒരാളെയാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിടിയിട്ടുന്നുണ്ടോ? മനുഷ്യർ നമ്മളോട് സംസാരിച്ചു, ഒന്നുകിൽ നമ്മൾ വീണുപോയി, ഇല്ല കടന്ന് ഉരുണ്ട് പെരണ്ടു,
ആളുകൾ പറഞ്ഞ വാക്കുകൾ കേട്ട് നമ്മൾ തകർന്നു പോയിട്ടുണ്ട്, തളർന്നു പോയിട്ടുണ്ട്. ചില ആളുകൾ പറയുന്ന വാക്കുകൾ കേട്ട് നമ്മൾ കുറച്ച് നേരത്തേക്ക് എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. ചില വചനങ്ങൾ കേട്ട് മനുഷ്യർ വ്യാഖ്യാനങ്ങൾ തരുന്നത് കേട്ടിട്ട് നമ്മൾ കുറച്ച് നേരത്തേക്ക്, കുറച്ച് ദിവസത്തേക്കൊക്കെ വിശുദ്ധിയിലും നന്മയിലും ഒക്കെ നിന്നിട്ടുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം ചിലപ്പോൾ ഒരു 5 മിനിറ്റ് സംഭാഷണത്തിൽ ആരിൽ നിന്നൊക്കെ കേട്ട് നമ്മൾ എഴുന്നേറ്റുണ്ടാവും. പക്ഷെ നമ്മൾ പിന്നെയും താഴോട്ട് പോയി. കാരണം നിന്നോട് സംസാരിച്ചത് നിന്നെ സൃഷ്ടിച്ച ആളല്ല, നിന്നെ സഹായിച്ച ആളല്ല, നിനക്ക് രൂപം നൽകിയ ആളല്ല. പക്ഷെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മണിക്കൂറുകളിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അച്ഛനെ അല്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളെടുത്ത് വായിക്കുന്ന ഈ വചനം നിന്നെ സൃഷ്ടിക്കുകയും നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന ജീവിക്കുന്ന കർത്താവിൻ്റെ വാക്കാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അത് വെറുതെ ആയി പോവില്ല. നിങ്ങൾ എത്രമാത്രം ഓപ്പണായിട്ട് അത് സ്വീകരിക്കുന്നു, അത് ഫലം ചൂടും. തുടക്കത്തിൽ പറഞ്ഞ പോലെ ചിരി തുറന്നാൽ 30, ചിരിയുടെ തുറന്ന 60. നമ്മൾ മുഴുവൻ തുറന്നു കൊടുക്കണം. എത്ര മേനി? 100 മേനി, അളവില്ലാതെ അധികമായി. നമ്മൾ പാടി പ്രാർത്ഥിച്ചതുപോലെ മുട്ടോളം ഉള്ള അനുഗ്രഹമൊന്നുമല്ല, അരയോളം ഉള്ള അനുഗ്രഹമല്ല, മുങ്ങി 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 നമ്മളെ കഴുകി ശുദ്ധീകരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് തീർച്ചയായിട്ടും തരും. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ജഷൂനെ നീ ഭയപ്പെടണ്ട. കർത്താവ് ഇത് നിങ്ങളത് നല്ല പോലെ ഒരു സ്പിരിച്വൽ ലോജിക്കിൽ അത് ചിന്തിച്ചു പോകണം. നമ്മളോട് പറഞ്ഞേക്കുന്ന ആദ്യത്തെ കാര്യം കേൾക്കുക എന്നുള്ളതാണ്. ഈ കേൾക്കുന്നത് ആരെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു? എന്നെ സൃഷ്ടിക്കുകയും രൂപം നൽകുകയും എന്നെ സഹായിക്കുകയും ചെയ്യുന്ന എൻ്റെ കർത്താവ്, ജീവിക്കുന്ന എൻ്റെ ദൈവം. ആ ദൈവം എന്നോട് പറയുന്ന ആദ്യത്തെ കാര്യം, എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ജഷ്റൂനെ നീ ഭയപ്പെടണ്ട. ടു നോട്ട് ബി അഫ്രൈഡ്. മക്കളെ, നിങ്ങൾ ബൈബിളിലൊക്കെ അടയാളപ്പെടുത്തുന്ന ഒരു ശീലമുണ്ടേ, ആ വാക്കൊന്ന് അടയാളപ്പെടുത്തിയിട്ടോ, ഭയപ്പെടണ്ട. പുതിയ നിയമത്തിലൊക്കെ ഈശോ എത്ര തവണ ആവർത്തിച്ച വചനമാണത്. പേടിക്കണ്ട, കാറ്റ് വരും, കോള് വരും, കടലിളകും, തിരമാലകൾ ആഞ്ഞടിച്ച് കയറും, ഭയപ്പെടണ്ട, ഞാനാണ്, ഐ ആം വിത്ത് യു. പേടിക്കണ്ട. സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് തുറന്നു തരുന്നൊരു സുവിശേഷം അതാണ്, ഭയപ്പെടണ്ട. ഈശോ ജനിച്ച സമയത്ത് മാലാഖമാർ വന്ന് പറഞ്ഞ ആദ്യത്തെ സുവിശേഷം എന്താണെന്നറിയോ? നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് ആട്ടിടയന്മാരോട് പറഞ്ഞു, ഭയപ്പെടണ്ട. കാരണം നിങ്ങളുടെ എല്ലാ ഭയങ്ങളെയും, നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും, നിങ്ങളുടെ എല്ലാ കണ്ണുനീരുകളെയും എടുത്തു മാറ്റാൻ പറ്റുന്ന, നിങ്ങളെ ഭയപ്പെടുത്തിയ പിശാചിനെയോ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച സാഹചര്യങ്ങളെയോ എല്ലാം തോൽപ്പിച്ചോടിക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തെരഞ്ഞെടുത്ത ജഷ്റൂനെ നീ ഭയപ്പെടണ്ട. ഡു നോട്ട് ബി അഫ്രൈഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ തെരഞ്ഞെടുത്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഭയപ്പെടണ്ട. ഈ കടത്തെയോ, ഈ രോഗത്തെയോ, ഈ സങ്കടത്തെയോ, കണ്ണുനീരിനെയോ, ഈ തോറ്റ അനുഭവങ്ങളെയോ, നിങ്ങൾക്ക് കിട്ടിയ മുറിപ്പെടുത്തിയ അനുഭവങ്ങളെയോ, നിങ്ങളുടെ കഴിഞ്ഞ കെട്ടകാലങ്ങളെയോ, നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ആ ചീഞ്ഞ ഓർമ്മകളെയോ, നിങ്ങളെ ഭയപ്പെടുത്തുന്ന നാളുകളെയോ ഭയപ്പെടണ്ട. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വചനം വായിച്ചേ. വരണ്ട ഭൂമിയിൽ, മൂന്നാമത്തെ വാക്യം, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഭയപ്പെടണ്ട എന്നൊക്കെ പറയുമ്പോൾ, സാരമില്ല എന്നൊക്കെ പറയുമ്പോൾ, കർത്താവ് അനുഗ്രഹിക്കും എന്നൊക്കെ പറയുമ്പോൾ, കർത്താവ് പ്രാർത്ഥന കേൾക്കും എന്നൊക്കെ പറയുമ്പോൾ, ഭയപ്പെടേണ്ട നമ്മൾ 1000 തവണ കേട്ടാലും നമ്മുടെ ഉള്ളിൽ അപ്പോഴും ചിലപ്പോൾ മാനുഷികമായ സംശയങ്ങൾ വരാം. ശരിയാണോ? ഇതൊക്കെ നടക്കുമോ? സാധ്യതയുണ്ടോ? ഇത്രയും കാലം പ്രാർത്ഥിച്ചതല്ലേ, അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്ത് നിൽക്കുകയാണ്. നടക്കുമോ ആവോ? ഇങ്ങനൊരു സംശയം നമുക്കുണ്ടാകാം. കർത്താവ് തരുന്ന ആദ്യത്തത് പറയാണ്, ഭയപ്പെടണ്ട. രണ്ടാമത്തത് വലിയൊരു സാധ്യതയെക്കുറിച്ച് കർത്താവ് പറയാണ്. നമ്മൾ പറയാണ്, ഇത് വരണ്ട ഭൂമിയാണ്, ഇവിടെ ഇനി ഒന്നും നല്ലത് വരാനില്ല, ഈ വീട്ടിൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ ഇനി സംഭവിക്കില്ല, ജീവിത പങ്കാളി ഇനി മാറില്ല, മക്കൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ജീവിതം മുഴുവൻ നശിച്ച് പോയേക്കാം, എൻ്റെ കണ്ണുനീരൊരിക്കലും പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് ഈ വരണ്ട ഭൂമിയെ നോക്കി നഷ്ടധൈര്യരായി നിരാശപ്പെട്ട് നൈരാശ്യത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണ് കിടക്കുന്നവരോട് കർത്താവ് പറയാണ്, ഈ വരണ്ട ഭൂമിയിൽ ഞാൻ നദികൾ ഉണ്ടാക്കും. പറഞ്ഞേ ഹല്ലേലൂയ. വാക്യം വായിച്ചേ. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. പറയുന്നത് ഈശോയാണ്, കർത്താവിൻ്റെ വാക്കാണ് നമ്മളോട് പറയുന്നത്. നീ സാധ്യതയില്ലെന്ന് പറഞ്ഞു, ഇതിനകത്തുനിന്നൊരു ഒരു ജീവനുള്ളതൊന്നും ഇനി വരാനില്ലെന്ന് പറഞ്ഞു, ഇതിന് ഉത്തരം കിട്ടില്ലെന്ന് പറഞ്ഞു. കർത്താവേ, തപസ് ഒത്തിരി എടുത്ത് പ്രാർത്ഥിച്ചു, ഒത്തിരി തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി ചങ്ക് പൊട്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇനി സാധ്യതയില്ലെന്ന് നമ്മൾ വിധി കൽപ്പിച്ചുണ്ടാകാം.
ആ വിധിയെ നോക്കി കർത്താവ് പറയാണ്, നിന്റെ ഈ ദാരിദ്ര്യം, നിന്റെ ഈ പാവപ്പെട്ട അവസ്ഥ, ഐ ആം കൺസേൺഡ്. ഞാൻ ശ്രദ്ധാലുവാണ്, ഞാനിത് കാണുന്നുണ്ട്. ഉണങ്ങിയ നിലത്ത് ജലം, വരണ്ടുണങ്ങിയൊരു ഭൂമിയിൽ നദികളും ഞാൻ സൃഷ്ടിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെയാണ്, നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ആ ഒരു സെൻറ്റൻസ് നല്ലോണം ശ്രദ്ധിക്കണം. ഒരുപോലെ ഒരേ ലെവലിൽ വെച്ചോണ്ടത് പറയാണ്, എൻ്റെ ആത്മാവും എൻ്റെ അനുഗ്രഹവും. അതായത് ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും കർത്താവ് നമ്മുടെ മേലേക്ക് ചൊരിയും. നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ മക്കളുടെ മേൽ, നിങ്ങളുടെ അടുത്ത ജനറേഷൻ്റെ മേൽ വരെ എൻ്റെ ആത്മാവും എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. അതായത് ആത്മീയ അനുഗ്രഹങ്ങളെയും ഭൗതിക അനുഗ്രഹങ്ങളെയും ഈശോ നമുക്ക് തരും. കേൾക്കുമ്പോൾ ആദ്യത്തെ ഉള്ളിലോട്ട്, ഹൃദയത്തിലോട്ട് കയറേണ്ടത് ഭയപ്പെടേണ്ട എന്നുള്ളൊരു വാക്കാണ്. ആ ഭയപ്പെടേണ്ട നമ്മളോട് പറയുന്നത് സാധാരണ മനുഷ്യരല്ല, എന്നെ സൃഷ്ടിക്കുകയും എനിക്ക് രൂപം നൽകുകയും എന്നെ സഹായിക്കുകയും ചെയ്യുന്ന ജീവിക്കുന്ന കർത്താവാണ്. ആ കർത്താവാണ് എന്നോട് പറയുന്നത് ഭയപ്പെടേണ്ട. എൻ്റെ ഉള്ളിൽ അപ്പോഴും ഭയം വന്നാൽ, സംശയങ്ങൾ വന്നാൽ, തെറ്റിദ്ധാരണകൾ വന്നാൽ, ഈശോയെ പോലും ഞാൻ സംശയിച്ചു പോയാലും കർത്താവ് വാഗ്ദാനം തരികയാണ്, വരണ്ട നിലത്ത് ജലവും കെട്ടിക്കിടക്കുന്നിടത്തോ ഒന്നും സാധ്യതയില്ലാത്തിടത്തുനിന്നോ ഒരു നദിയും സൃഷ്ടിക്കാൻ പറ്റുന്നവനാണ് കർത്താവ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ആ നാലാമത്തെ വാക്യം ഒന്ന് ഉറക്ക 3-4 ഒരിക്കൽ കൂടി ഒരുമിച്ചൊന്ന് വായിക്കാം. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. അടുത്ത ഉറക്ക വായിച്ചേ. നിങ്ങൾ ഉറക്ക വായിക്ക്, എനിക്ക് പനി ആയതുകൊണ്ട് പറ്റണില്ല. ഉറക്ക വായിക്ക്. 4-ാമത്തെ വാക്യം ഉറക്ക വായിച്ചേ. ജലത്തിൽ നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ച് വളരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടി, അടുത്ത ജനറേഷന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വചനം ഏറ്റെടുക്കണം കേട്ടോ. നിങ്ങൾ ചില മാതാപിതാക്കൾ ഒത്തിരി പേര് ഇങ്ങനെ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. നമുക്ക് ചിലപ്പോൾ സങ്കടമായിരിക്കും മക്കളെ ഓർത്ത്, ചിലപ്പോൾ അവരുടെ പഠിത്തത്തെ ഓർത്തായിരിക്കാം, സ്വഭാവത്തെ ഓർത്തായിരിക്കാം, അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ഒരു ക്രൈസിസിനെയൊക്കെ ഓർത്തിട്ടായിരിക്കാം, അവരുടെ ചില ദുശീലങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കാം. എന്തും ആയിക്കോട്ടെ, കർത്താവ് നൽകുന്ന ഒരു വലിയ വാഗ്ദാനമാണത്. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവിനെയും അവരുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും. നമ്മുടെ അടുത്തൊരു ജനറേഷൻ ചിലപ്പോൾ നമ്മളവരെ ഓർത്ത് ചിലപ്പോൾ സങ്കടപ്പെടുന്നുണ്ടാകാം, ഇവർ വിശ്വാസത്തിലേക്ക് വരുന്നില്ലെന്നോർത്ത് വിഷമിക്കുന്നുണ്ടാകാം. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അവരെ നിർത്തുക, നിങ്ങൾ അവർക്ക് വേണ്ടി മുട്ടുകുത്തുക. കർത്താവ് നദീതീരത്തെ അലരിവൃക്ഷം പോലെ അവരെ ബലഭൂയിഷ്ടമായിട്ട് വളർത്തും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. നമ്മുടെ ഈ ഒരു ധ്യാനത്തിൻ്റെ, നമ്മുടെ ഈ വചനത്തിൻ്റെ ഒക്കെ നമ്മുടെ വചനം കേൾക്കുന്നതിൻ്റെ ഒക്കെ ഒരു വലിയ ലക്ഷ്യം ഉറക്കെ വായിക്കാം. ഞാൻ കർത്താവിൻ്റേതാണെന്ന് ഒരുവൻ പറയും, മറ്റൊരുവൻ യാക്കോബിൻ്റെ നാമം സ്വീകരിക്കും, മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യുകയും ഇസ്രായേൽ എന്ന് പിതൃനാമം സ്വീകരിക്കുകയും ചെയ്യും. സോ ദിസ് ഈസ് അവർ എയിം. നമ്മൾ ഈ കർത്താവിനെ കേൾക്കുന്നതും, കർത്താവിൻ്റെ അടുത്തിരിക്കുന്നതും, ഈശോയെ സ്നേഹിക്കുന്നതും, ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നതിൻ്റെ എല്ലാം ദ ഫൈനൽ എൻഡ്, നമ്മുടെ ഒരു വലിയ ലക്ഷ്യം ഇതാണ്. ഞാൻ ആരുടേതാണ്? കർത്താവിൻ്റെതാണ്. ഞാൻ കർത്താവിൻ്റെതാണെന്ന് തിരിച്ചറിയുക. ഐ ആം നോട്ട് ഓർഫൻ, ഐ ആം നോട്ട് അബാൻഡൻഡ്. ഞാൻ ഒറ്റയ്ക്കല്ല. ഞാൻ ആരുടെ സ്വന്തമാണ്? ഈശോയുടെ സ്വന്തം, കർത്താവിൻ്റെ സ്വന്തം. ആ വാക്യം ശ്രദ്ധിച്ചേ. ഞാൻ കർത്താവിൻ്റെതാണെന്ന് ഒരുവൻ പറയും. എൻ്റെ കഴിഞ്ഞിട്ടുള്ളൊരു വചനം ഇങ്ങനെയാണ്, സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യും. ഇംഗ്ലീഷ് ബൈബിൾ നമ്മളിങ്ങനെ വായിക്കുക, ദ ലോർഡ്സ്, അപ്പോസ്ട്രോഫി ഇറ്റ് ഈസ് ദ ലോർഡ്സ്, കർത്താവിൻ്റെത്. ഞാൻ ആരുടേതാണ്? കർത്താവിൻ്റെത്. ഞാൻ കർത്താവിൻ്റെതാണെങ്കിൽ എൻ്റെ കാര്യം ആര് നോക്കിക്കോളും? കർത്താവ് നോക്കിക്കോളും. നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ചോ ജീവിത പങ്കാളിയെക്കുറിച്ചോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ ഉള്ളിലോട്ട് ഈ ബോധ്യം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ കർത്താവിനുള്ളതാണെന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയട്ടെ. ഞാൻ കർത്താവിനുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും, നല്ലതാണ്. പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയും കൂടിയാണ്, കർത്താവേ, രോഗിയായ എൻ്റെ ഈ പ്രിയപ്പെട്ട ആൾ അങ്ങയുടേതാണെന്ന് ആ ആൾക്ക് ബോധ്യം കിട്ടട്ടെ. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടാകാം. വീട്ടിൽ നിങ്ങളുടെ കുടുംബം ഒരുമിച്ചൊരു സഹനത്തിൽ കൂടെ കടന്നുപോയായിരിക്കാം. കുടുംബം മുഴുവൻ തിരിച്ചറിയേണ്ടത് ഈ കടബാധ്യത ഉണ്ട് എന്നുള്ളതല്ല, ഞങ്ങൾ ആരുടേതാണ്? കർത്താവിൻ്റെതാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കർത്താവിൻ്റെതാണെന്ന് നിങ്ങൾക്ക് ബോധ്യം കിട്ടിയാൽ, ആ ബോധ്യം നിങ്ങൾ പ്രഖ്യാപിച്ചാൽ, പിന്നെ ആ കടം ആരുടേതാണ്? നിങ്ങൾ കർത്താവിൻ്റെതാണെങ്കിൽ നിങ്ങളുടെ കടം ആർക്കുള്ളതാണ്? കർത്താവിൻ്റെതാണ്. അവിടെ നിന്ന് നിങ്ങളുടെ കാര്യത്തിൽ
ശ്രദ്ധാലുവാണ്. ഈ തപസ്സിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ടു കൺസർവേറ്റീവ് ആവുകയല്ല, ടു ഓർത്തഡോക്സ് ആവുകയല്ല. ആത്മീയ ലക്ഷ്യം തന്നെ മുന്നിൽ വെക്കുക, നിത്യജീവൻ മുമ്പിൽ വെക്കുക, വിശുദ്ധി മുമ്പിൽ വെക്കുക. നിങ്ങൾ കർത്താവിനുള്ളതാകണമെന്ന് തീരുമാനിക്കുക. അതിന് ചേരാത്തതെല്ലാം മാറ്റുക. പാപങ്ങളുണ്ടാകാം, കുറവുകളുണ്ടാകാം, നിങ്ങളുടെ ഭയങ്ങളുണ്ടാകാം. ഈശോയ്ക്ക് ചേരാത്തതെല്ലാം മാറ്റുക. നീ കർത്താവിനുള്ളതാണെന്ന് തിരിച്ചറിയുക. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ബോധ്യം കിട്ടുന്നുണ്ടെങ്കിൽ, പിന്നെ കർത്താവ് നിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഈ തപസ്സിന് എഴുതി വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ പറയൂ. അത് ആരുടേതാകും? ഈശോയുടെ നിയോഗമാകും. എപ്പോ ഞാൻ തീരുമാനിക്കുമ്പോൾ, ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ ആർക്കുള്ളതാണ്? ഈശോയുടേതാണ്. ഈശോയുടേതായി എനിക്ക് പാപം ചെയ്യാൻ പറ്റുമോ? മുഖമൊക്കെ വാടിയല്ലോ, ബാക്കിയൊക്കെ നല്ല രസമായിരുന്നു അല്ലേ? ഈശോയുടേതായ എനിക്ക് പാപം ചെയ്യാൻ പറ്റുമോ? ഈശോയുടേതായ എനിക്കിങ്ങനെ തല്ലിപ്പൊളിയായിട്ട് നടക്കാൻ പറ്റുമോ? ഇല്ല. സോ വിശുദ്ധി പരമപ്രധാനമാണ്. അതൊരു പ്രയോറിറ്റി കൊടുക്കുക. അതിന് നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുക, ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുക, അവിടത്തോട് ചേർന്നിരിക്കുക. നമ്മുടെ ആനന്ദമാണ് തിരിച്ചറിയുക. ഏറ്റവും വലിയ ഉറപ്പ്, എന്നെ സൃഷ്ടിക്കുകയും എന്നെ രൂപം നൽകുകയും എന്നെ സഹായിക്കുകയും ചെയ്യുന്ന, എന്നെ കരുതുന്ന ഒരു കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഭയപ്പെടില്ല. സാധ്യത അറ്റുകിടക്കുന്നിടത്തും എനിക്ക് വേണ്ടി അവിടുത്തെ ആത്മാവിനെയും അവിടുത്തെ അനുഗ്രഹങ്ങളും വർഷിക്കുന്ന സർവശക്തനായ ദൈവം, ആ ദൈവത്തിൻ്റെ സ്വന്തമാണ് ഞാൻ ഈശോയുടേതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം എടുക്കാമോ? പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, 12-13 കാണപ്പെടാൻ അറിയാവുന്നൊരു വചനാന്ന് തോന്നുന്നു. ഫിലിപ്പി 3 അതിൻ്റെ 13-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യം വായിച്ചു. 12 വായിച്ചേ. കിട്ടിയോ? പെട്ടെന്ന് എടുത്തേ. ഫിലിപ്പി 3:12. സോറി, 3:12 കേട്ടോ. സോറി. ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇത് ഈശോയുടെ കാര്യം ചെയ്തിട്ടുണ്ട്. എന്ത്? നമ്മളെ സ്വന്തമാക്കിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ബോധ്യത്തിലേക്ക് വരിക, ആ ബോധ്യം പ്രഖ്യാപിക്കുക. ഈശോ എന്നെ സ്വന്തമാക്കി, ഞാൻ ഈശോയുടെ സ്വന്തമാണ്, ഞാൻ ഈശോയുടെ സ്വന്തമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 15-ാമത്തെ എടുക്കാവോ? 15-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, 15:2. ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ്, ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു, അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്നറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. ക്ലിയർ ആണേ ഇതേ? അതായത് നമ്മൾ ഈശോയുടെ സ്വന്തമാണെങ്കിൽ നമുക്ക് പാപം ചെയ്യാൻ പറ്റില്ല. പാപം ഒഴിവാക്കണം, വിശുദ്ധിയിലേക്ക് വളരണം. നിങ്ങൾ വിശുദ്ധിയിലേക്ക് വളർന്നാൽ, വിശുദ്ധ ജീവിതം നയിച്ചാൽ, കർത്താവിൻ്റെ സ്വന്തമാണെന്നുള്ള ബോധ്യത്തിൽ ജീവിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നിനെയും ഭയപ്പെടാതെ ധൈര്യത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റും. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വചനം കൂടി എടുത്ത് നമുക്ക് സമയം ഇതൊന്ന് അവസാനിപ്പിക്കാം. യോഹന്നാൻ ശ്ലീഹയുടെ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം. കർത്താവിനോട് ചേർന്ന് നിന്നാൽ, അവിടുത്തെ സ്വന്തമായി ജീവിച്ചാൽ, വലിയ വിശുദ്ധിയിലൊക്കെ ജീവിച്ചാൽ, കർത്താവ് നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. 1 യോഹന്നാൻ 5-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. 1 John chapter 5:18. എല്ലാവരും പെട്ടെന്ന് എടുക്കുക. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വചനം ഒന്നുകൂടെ ഉറക്കെ വായിച്ചേ. ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു വെച്ചാൽ നമ്മളെ ആരെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ പാപം ചെയ്യാത്തവനെ, ഈ വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ആരോ പ്രൊട്ടക്ട് ചെയ്യുന്നേ? ദൈവപുത്രൻ. അതായത് ഒരു ഡയറക്റ്റ് പവർഫുൾ പ്രൊട്ടക്ഷൻ തരികയാണ്, ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ. വിശുദ്ധരുടെ സംരക്ഷണം അല്ല, മാലാഖമാരുടെ സംരക്ഷണം അല്ല, ഹയർ ലെവൽ. ഈശോ ദൈവപുത്രൻ നേരിട്ട് സംരക്ഷണം തരികയാണ്. പിന്നെ നിങ്ങളെ ആര് തൊടും? അടുത്ത വാക്ക് ഇങ്ങനെയാണ്, ദുഷ്ടൻ അവനെ തൊടമാട്ടൻ, അവനെ തൊടില്ലെന്ന്. അതാണ് നമുക്കുള്ള ഒരു കോൺഫിഡൻസ്, നമുക്കുള്ള ഒരു ആത്മീയ ശക്തി. അതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ദുഷ്ടൻ പല രൂപത്തിൽ വരാം, ശത്രു പല രൂപത്തിൽ വരാം. കടമോ, രോഗമോ, വേദനയോ, പ്രലോഭനങ്ങളോ, സങ്കടങ്ങളോ, നിങ്ങൾ കേട്ട മുറിപ്പെടുത്തിയ വാക്കുകളോ, മുറിവിൻ്റെ അനുഭവങ്ങളോ, നിങ്ങൾ ഏൽക്കേണ്ടി വന്ന ചതിക്കുഴികളോ, ചതിയിൽ പെട്ടുപോയ അനുഭവങ്ങളോ, നിങ്ങളുടെ കൂടെ നിന്ന് ആളുകൾ മാറി നിന്ന അനുഭവങ്ങളോ, എന്ത് തന്നെ ആവട്ടെ, നിങ്ങളുടെ ഉറക്കം കളഞ്ഞ ഓർമ്മകളാവട്ടെ, നിങ്ങളുടെ സമാധാനം കെടുത്തി കളഞ്ഞ വ്യക്തികളാവട്ടെ, ദുഷ്ടൻ നിന്നെ തൊടില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾ ഭയപ്പെടരുത്, ഒന്നിനെയും ഭയപ്പെടരുത്. കർത്താവ് വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ വിളിച്ചേക്കുന്നത്.
ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. അവരത് പറഞ്ഞു, അവരത് ചിന്തിച്ചു, അവർ നോക്കി. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവർ മാന്തി, അവരത് ഇട്ടിട്ട് പോയി. അവരിട്ടേച്ച് പോട്ടെ, അവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അവരിട്ടേച്ച് പോട്ടെ, അവർ ഭയപ്പെടുത്തട്ടെ, അവർ നിങ്ങളെക്കുറിച്ച് കുറ്റാരോപണം നടത്തട്ടെ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചെയ്തിട്ടില്ലാത്തൊക്കെ നിങ്ങളുടെ മേൽ ആരോപിക്കട്ടെ. നിന്നെ തൊടില്ലെന്ന് കർത്താവിൻ്റെ വാഗ്ദാനം തരുന്നത്. ചുമ്മാ കാക്കിരി ബുക്കിൽ നടന്നിട്ട് തൊടില്ലെന്ന് പറഞ്ഞത് എന്നെ കർത്താവ് തൊടില്ല. കർത്താവ് പോലും തൊടില്ല. പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് പരിശ്രമിക്കുക. നന്നായിട്ട് കുമ്പസാരിക്കുക, വിശുദ്ധിയിലേക്ക് വാ. കർത്താവിനോട് ചേർന്നിരിക്കാൻ തടസ്സമായതെല്ലാം മാറ്റ്. ദൈവപുത്രൻ നേരിട്ട് നിങ്ങൾക്ക് സംരക്ഷണം തരുമെന്ന്. ദുഷ്ടൻ തൊടില്ല. ബാക്കിയെല്ലാം പറയട്ടെ, ഭയപ്പെടുത്തുന്നു. അവിടുന്ന് കേൾക്കുന്ന സാധനം, ഇവിടുന്ന് അവരുടെ പൂജ, ഇവിടുത്തെ കൂടോത്രം, അവിടുത്തെ ഓതല്, പേടിയാണ് നമ്മുടെ ഉള്ളിലോട്ട്. പേടി. അവരത് ചെയ്യും. ഐ ടെൽ യു, അവരത് ചെയ്യും. സംശയമുണ്ടോ? ചെയ്യട്ട്. ദുഷ്ടൻ നിന്നെ തൊടില്ല. ആരെ? എന്നെ എന്നല്ല, വിശുദ്ധിയിൽ ജീവിക്കുന്ന എന്നെ. കേട്ടുന്നുണ്ടോ? വിശുദ്ധിയിൽ ജീവിക്കുന്ന നമ്മളെ കർത്താവിൻ്റെ വലിയ സംരക്ഷണമുള്ള നമ്മളെ ദുഷ്ടന് തൊട്ടാൻ പറ്റില്ല. ഭയപ്പെടുത്തട്ടെ, പിശാച് ഭയപ്പെടുത്തട്ടെ, ആളുകൾ ഭയപ്പെടുത്തട്ടെ, സാഹചര്യങ്ങൾ ഭയപ്പെടുത്തട്ടെ, നിന്നെ തൊടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നാ നീ ആരുടേതാണ്? ഈശോയുടെ ഇതിനെ തൊടാൻ പോവാണ്. പുഴുങ്ങിയ മുട്ട, പൂവങ്കോഴിയുടെ തല, നിങ്ങളെ തൊടാൻ പോവാണ്. ഈശോയുടെ സ്വന്തമായതിനെ. കം ഓൺ, ഗ്രോ അപ്പ്. ഭയമാണ്, നമുക്ക് എല്ലാവർക്കും ഭയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം എടുക്കാവോ? ഉറക്കൊന്ന് വായിച്ചേ. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. ചുമ്മാ വായിക്കരുത്, ഉറക്കെ വായിക്കരുത്. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. സോ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ക്ലിയർ. കർത്താവ് എന്നെ ഫ്രീ ആക്കിയിട്ടുണ്ട്. മാമോദീസ ജലം ശിരസിൽ വീണപ്പോഴായിരിക്കാം, ഓരോ കൂദാശയുടെ സമയത്തായിരിക്കാം, വചനം കേൾക്കുന്ന സമയത്തായിരിക്കാം, ഞാൻ ഈശോയുടെ അടുത്തിരിക്കുന്ന സമയം, ഒരു ധ്യാനത്തിൻ്റെ സമയം, ഞാനൊന്ന് കുമ്പസാരിക്കാൻ മുട്ടുകുത്തുന്ന സമയം. ഈശോ എനിക്ക് സ്വാതന്ത്ര്യം തന്നു. സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവ് എന്നെ മോചിപ്പിച്ചു. മനുഷ്യർക്ക് ഇതിനിയും മനസ്സിലായിട്ടില്ല. വിശ്വാസികളാണെന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് ഇത് മനസ്സിലായിട്ടില്ല. ധ്യാനം ഒന്നിന് പിന്നാലെ ഒന്നും കൂടുമ്പോഴും ഇത് മനസ്സിലാവുന്നില്ല. നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. കർത്താവ് പറഞ്ഞ് വാക്ക് നിങ്ങളൊന്ന് ഏറ്റെടുത്ത് ഇനിയും ഭയത്തിൽ കഴിയരുത്. പ്ലീസ് ബി ഫ്രീ. ഈശോ വന്നത് ബന്ധിതർക്ക് മോചനവും, അടിച്ചമർത്തപ്പെട്ടവർക്ക്. പറഞ്ഞേ ഹല്ലേലൂയാ. ഈശോ വന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഈശോ ഇപ്പോൾ ഇവിടെ ഉള്ളതും എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയും. നമ്മൾ ഈ അടിമത്തത്തിൻ്റെ നുഖത്തിന് വിധേയരാവരുത്. ഈ ഭയത്തിൽ കെട്ടിക്കിടക്കരുത്. വിശുദ്ധിയിലേക്ക് വരിക. വിശുദ്ധി കൂടാതെ ഒരു പരിപാടിയും നടക്കില്ല. പിശാച് ഇല എല്ലാം വന്ന് തോണ്ട് നിങ്ങളെ ഭയപ്പെടുന്ന സകലതും ചിലപ്പോൾ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് വിശുദ്ധി അതിന് പ്രാധാന്യം കൊടുക്കുക. വീണു പോകും, അച്ഛൻ വീണു പോകും, നിങ്ങൾ വീണു പോകും. എഴുന്നേറ്റ് വരാനാണ് ഈശോ പറയണത്. കേട്ടുന്നുണ്ടോ? ഈ ധ്യാനം കൂടുമ്പോൾ നമ്മൾ തീരുമാനിക്കണം വലിയൊരു കാര്യം. കർത്താവേ, സകല പാപങ്ങളും ശരീരത്തിനൊരു മുറിവ് കൊടുത്താൽ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണം. ജനിച്ച അന്ന് മുതൽ അമ്മെന്ന്, അമ്മയെന്ന് വിളിക്കുന്നതിന് മുമ്പ് അമ്മെന്ന് പറഞ്ഞ് നമ്മൾ തീറ്റ തുടങ്ങിയതാണ്. ഈ 3 ദിവസം ആമാശയവും അന്നനാളവും ഒക്കെ ബായി, എന്താ ബായി എന്നൊക്കെ ചോദിക്കും. നമ്മുടെ ശരീരത്തിന് നല്ല ബലിയർപ്പണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തിനാണെന്നറിയോ? വിശുദ്ധിക്ക് വേണ്ടി. അത് നിങ്ങൾ കൺസേൺ ആയിരിക്കണം. നിങ്ങളുടെ പ്രാധാന്യം ആയിരിക്കണം, നിങ്ങളുടെ പ്രയോറിറ്റി ആയിരിക്കണം. നിങ്ങൾ ആ വിശുദ്ധിയിൽ ജീവിച്ചാൽ ദുഷ്ടൻ തൊടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ഗലാത്യ 5:1 ഒരിക്കൽ കൂടി ഉറക്കെ വായിക്കുന്നു. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുക. ആടി നിൽക്കരുത്. അല്പവിശ്വാസികളെ പോലെ, ക്രിസ്ത്യൻ ധ്യാനം കൂടുന്ന കുഞ്ഞുവാവകളെ പോലെ, ഒരിക്കലും നന്നാവാത്തവരെ പോലെ, എപ്പോഴും ഭയത്തിൽ കഴിയുന്ന, എപ്പോഴും തലകുമ്പിട്ട് നടക്കുന്ന, നമുക്ക് ഒരു ആത്മവിശ്വാസം ഉള്ളിലില്ല. അത് പുറത്തുനിന്ന് നമ്മളൊരു മോട്ടിവേഷണൽ പുസ്തകം വായിച്ചിട്ട്, ഒരു മോട്ടിവേഷണൽ ട്രെയിനറിൻ്റെ ക്ലാസ് കേട്ടിട്ടോ നമുക്ക് വരേണ്ട ഒരു ഉണർവല്ല. കൂടെ നിൽക്കുന്ന ആളുടെ പവർ അറിഞ്ഞുകൊണ്ട് നിൽക്കേണ്ട ഒരു തല ഉയർത്തി നിന്നോണം. പറഞ്ഞേ ഹല്ലേലൂയാ. തോറ്റ് പഞ്ചറായിട്ട് നിൽക്കുകയായിരിക്കും. നൈസായിട്ട് തോറ്റു, പക്ഷേ ഈശോ എൻ്റെ കൂടെയുണ്ട് എന്നും പറഞ്ഞ് നിന്നോണം. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവൻ. അടിമത്തത്തിൻ്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാവരുത്. നുഖം അവിടെ കാണും. അടിമപ്പെടുത്താൻ വേണ്ടി പിശാച് ശ്രമിക്കും, സാഹചര്യങ്ങൾ ശ്രമിക്കും. വെച്ച് കൊടുക്കരുത്. തല വെച്ച് കൊടുക്കരുത്. തല വെച്ച് കൊടുത്തേക്കുന്ന ആരുടെ കയ്യിലേക്കാണ്?
ഈശോയുടെ കയ്യിലേക്കാണ്. എൻ്റെ തല നേരെ നിർത്തുന്ന എൻ്റെ കർത്താവ്. സങ്കീർത്തനം 3 വായിച്ചിട്ടുണ്ടാവും. എൻ്റെ ശിരസ് നേരെ നിർത്തുന്നത് എൻ്റെ കർത്താവാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറ ഹല്ലേലൂയാ. ഈ വചനം കേൾക്കുമ്പോൾ ഐ നോ യു ആർ ബ്രോക്കൺ, യു ആർ ഫെയിൽഡ്. തോറ്റു നിൽക്കുകയാണ്, ചമ്മി നിൽക്കുകയാണ്, വലിയ കടത്ത് നിൽക്കുകയായിരിക്കും, സങ്കടത്തിൽ നിൽക്കുകയായിരിക്കും, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുകയായിരിക്കും. ലോകത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾ തോറ്റു നിൽക്കുകയായിരിക്കും, നിങ്ങൾ പേടിച്ച് നിൽക്കുകയായിരിക്കും. ഞാൻ നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ളതും എൻ്റെ ഉള്ളിലുള്ളതും എനിക്കറിയാവുന്നതുമായ ഒരാളെ നിങ്ങളുടെ കയ്യിലോട്ട് ഞാൻ തരുന്നു. ഈശോയുടെ നാമത്തിൽ എഴുന്നേൽക്കണം, തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ധ്യാനത്തിൻ്റെ അവസാനത്തെ ടോക്കിൽ പറയേണ്ടതായിരിക്കും, പക്ഷേ ഇന്ന് രാത്രിയിൽ പനി പിടിച്ച ജിൻസച്ചൻ്റെ നാവിലൂടെ പരിശുദ്ധാത്മാവ് ഇതാണ് പറയാൻ ആഗ്രഹിച്ചത്. ഇത് മതി. പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരനുണ്ട്, എല്ലാ ഭയങ്ങളും ഒഴിവാക്കുക, എല്ലാ ഭയങ്ങളും ഒഴിവാക്കുക, എല്ലാ ഭയങ്ങളും ഒഴിവാക്കുക. ഒന്നും എന്നെ സ്പർശിക്കില്ല. പറഞ്ഞ നെഞ്ചോട് ചേർത്ത് പിടി, പറ ഞാൻ ഭയപ്പെടില്ല. കാരണം എന്നാ? ആരെ കൂടെ ഉള്ളേ? ഈശോ, ജീവിക്കുന്ന എൻ്റെ കർത്താവ്, എൻ്റെ അധികാരി എൻ്റെ കൂടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. എല്ലാത്തിൻ്റെയും മേൽ അധികാരമുള്ളൊരു കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. എല്ലാത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ്. നിങ്ങൾ പിന്നീട് സമയം കിട്ടുമ്പം വായിക്കണം ഈ സംഖ്യാപുസ്തകം 23:23. വലിയൊരു ശക്തിയുള്ള വചനമാണ്. വചനം ഇങ്ങനെയാണ്: യാക്കോബിന് ക്ഷുദ്രവിദ്യ ഏൽക്കുകയില്ല, ആഭിചാരം ഏൽക്കില്ല. പക്ഷെ അത് നമുക്ക് കോൺഫിഡൻസ് തരണ്ട. യാക്കോബിന് ദൈവജനത്തിന് ക്ഷുദ്രവിദ്യ ഏൽക്കില്ല എന്നല്ലത് പറയുന്നത്. അതിൻ്റെ മുമ്പിലൊരു വചനം കൂടെ ഉണ്ട്. 21 മുതൽ വായിക്കണം. ഇസ്രായേലിൽ ഞാൻ തിന്മ കണ്ടില്ല, യാക്കോബിൽ കളങ്കമൊന്നും ദർശിച്ചില്ല, അതുകൊണ്ട് യാക്കോബിന് ക്ഷുദ്രവിദ്യ ഏൽക്കില്ല. അപ്പോൾ പേടിക്കേണ്ടത് ആരാണ്? പാപത്തിൽ നിൽക്കുന്നവർ. നമുക്ക് നമ്മുടെ സകല ഭയങ്ങളിൽ നിന്നും കയറി വരണമെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ഭയങ്ങളെ രക്ഷിതാവസ്ഥയിൽ കയറി വരണമെങ്കിൽ ഒറ്റ കാര്യം, വിശുദ്ധി ഉണ്ടെങ്കിൽ ഈശോയെ കാണാൻ പറ്റും, ഈശോയെ കേൾക്കാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും, അടുത്തിരിക്കാൻ പറ്റും. അവിടുത്തോട് ചേർന്നിരിക്കുന്നതാണ് നമ്മുടെ ആനന്ദം. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ.